ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ട്രേഡ് ചെയ്യുന്ന മിക്ക ആളുകൾക്കുമുള്ള ഒരു സംശയമാണ് ട്രേഡിംഗ് സെക്ഷന്റെ ബയാസ് മനസ്സിലാക്കുക എന്നത്. അതായത് ട്രേഡ് മാർക്കറ്റ് ബുള്ളിഷ് ആണോ അതോ ബെയറിഷ് ആണോ എന്ന് തിരിച്ചറിയുന്നത്. കൃത്യമായിട്ട് മാർക്കറ്റിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ബൈയോ സെല്ലോ ചെയ്ത് അതിലൊരു പ്രോഫിറ്റ് സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മാർക്കറ്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു തരാനായി പോകുന്നത്. ഈ ഒരു മെത്തേഡ് അനുസരിച്ചാണ് എൻ്റെ ബയാസ് ഞാൻ തീരുമാനിക്കുന്നത്. അതായത് ഞാൻ ട്രേഡ് ചെയ്യുന്ന സെക്ഷൻ ബൈ ആണോ സെല്ലാണോ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഞാൻ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് മാർക്കറ്റിൽ വന്ന ശേഷം മാർക്കറ്റിൽ ബൈ ആണോ അതോ സെല്ലാണോ ചെയ്യേണ്ടതെന്ന്. അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ബയാസ് കണ്ടെത്തുന്നത്. അതായത് മാർക്കറ്റിൽ ഞാൻ ബൈ ആണോ സെല്ലാണോ തീരുമാനിക്കുന്നത് ഈ ഒരു രീതി നോക്കിയ ശേഷമാണ് ഞാനത് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ ഷെയർ ചെയ്തു തരാം. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എനിക്ക് പറയാനുള്ളത്, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇത്തരത്തിൽ യൂസ്ഫുള്ളായ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാർക്കറ്റിൻ്റെ ടൈം ഫ്രെയിം 50 മിനിറ്റിലോട്ടാക്കുക. 50 മിനിറ്റ് ടൈം ഫ്രെയിമിലാക്കുക. ഞാൻ പ്രധാനമായിട്ടും ട്രേഡ് ചെയ്യുന്നത് യൂറോ ഡോളേഴ്സിനകത്തും യൂറോ USDക്കകത്തും അതേപോലെ JPP USDക്കകത്തുമാണ്. അപ്പം ഇതിൽ രണ്ട് ട്രേഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ മാർക്കറ്റ് സ്ട്രക്ചർ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാണ്. മാർക്കറ്റ് സ്ട്രക്ചർ ഒരു സ്ട്രക്ചർ എനിക്കിത് ഇഷ്ടമാണ്. ഈ സ്ട്രക്ചർ നമുക്ക് വളരെ നല്ല രീതിയിൽ സ്ട്രക്ചർ തരുന്നൊരു സംഭവമാണ് യൂറോ US ഡോളറും അതേപോലെ JPP USD. അപ്പം ഇതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഞാൻ ഇത്തരത്തിലാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ നിങ്ങളത് പോയി കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. പുതിയതായിട്ട് ഫോറക്സ് മാർക്കറ്റിലോട്ട് വരുന്ന ആൾക്കാർക്ക് ചാർട്ട് എങ്ങനെ റീഡ് ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പം ആ ഒരു വീഡിയോ കണ്ട ശേഷം പഠിച്ച ശേഷം മാത്രം നിങ്ങൾ ഫോറക്സിലേക്ക് ട്രേഡ് ചെയ്യാൻ വരിക. അല്ലാതെ പൈസ പോയി കിടന്ന് കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പഠിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. അപ്പം ഫ്രീ ആയിട്ട് ഞാൻ എങ്ങനെ ചെയ്യുന്നത്, അത് മാർക്കറ്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് എങ്ങനെ അടയാളപ്പെടുത്തുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ ഇവിടെ തൊട്ട് അടയാളപ്പെടുത്താം. ഞാനിവിടെ ഓൾറെഡി അടയാളപ്പെടുത്തി വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലോ, ഇതാണ് ഹൈ. ഈ ഒരു സ്ട്രോങ് ലോ ഇതാണ്. അപ്പം ഈ സ്ട്രോങ് ഇതാണ് ഹൈ. ഈ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. പിന്നെ മാക്സിമം മാർക്കറ്റ് ഏത് ലോ ആണ് തരുന്നത് അതാണ് നമ്മുടെ സ്ട്രോങ് ലോ. അടുത്ത ലോ ഇതാണ്. മാർക്കറ്റ് റീട്രേസ് ചെയ്ത് വന്നേക്ക് നോക്കിയേ. അപ്പോൾ ഈ ഒരു ലോ കിട്ടിയ ശേഷമല്ലേ മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ലോ. പിന്നെ ഏതാണ് ഈ ഹൈ ആണ് ഹൈ. അപ്പോൾ ഈ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അപ്പോൾ ഇത്തരത്തിൽ റീഡ് ചെയ്ത് പോവുക. അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ബയാസ് കണ്ടെത്തുന്നത്. 50 മിനിറ്റിൽ ഇത്തരത്തിൽ ഹൈയും ലോയും അടയാളപ്പെടുത്തിയ ശേഷം നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഏത് സൈഡിലോട്ടാണ് ട്രേഡ് ചെയ്യുന്നത്, മാർക്കറ്റ് ബൈയിലേക്കാണോ സെല്ലിലേക്കാണോ പോകുന്നതെന്ന്. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദയവീത് നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് കാര്യങ്ങളൊക്കെ. ഓക്കെ, നിങ്ങൾ 30,000-40,000 രൂപ എടുത്ത് പഠിക്കുന്ന കോഴ്സാണ് ഞാൻ ഫ്രീ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പം എനിക്ക് ആരും പറഞ്ഞുതരാൻ ഇല്ലായിരുന്നു. ഞാൻ പല ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഞാനും പഠിച്ചത്. അപ്പം നിങ്ങളുടെ വശം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ വെള്ളം ചേർക്കാതെ നിങ്ങൾക്ക് കോഴ്സ് കൊടുത്ത് പഠിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രീ ആയിട്ടാണ് പറഞ്ഞു തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. പൈസ ഇല്ലാത്തവർ പൈസ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരെ നിങ്ങൾ ചാനലിൽ പോവുക, ചാനലിലുള്ള വീഡിയോസ് കണ്ടു നോക്കുക, ആദ്യം തൊട്ട് കണ്ടു നോക്കുക. അപ്പം ഡീറ്റെയിൽസ് ആയിട്ട് അത് ഞാൻ പറയുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ ഫ്രീ ആയിട്ട് SMC കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യാണ്. SMC കോഴ്സ് ട്രേഡിംഗ് റേഞ്ച്, ഹൈ കാര്യങ്ങൾ, ട്രേഡിംഗ് എടുക്കാൻ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക്
ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ എങ്ങനെ 50 മിനിറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോവുക, അതിനകത്ത് മാർക്കറ്റ് സ്ട്രക്ചർ അടയാളപ്പെടുത്തുക. മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് അടയാളപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നോക്കി ചെയ്യുക. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുള്ളായ വീഡിയോസ് ചാനലിൽ കിടപ്പുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ ഗൈസ്, യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോ കാണാം.